നമസ്കാരം. ഇന്ത്യ വൻ സാമ്പത്തിക പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ അതിൻ്റെ ഒന്നും കേരളത്തിൽ കാണാത്തത് എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നപ്പോൾ കൂടെ ഈ കേരളവും തകർന്നത് എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഇതാരെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണോ? ഇനി മറ്റൊന്ന്, നോട്ട് നിരോധനത്തിന് ശേഷം എല്ലാ സംസ്ഥാനങ്ങളും സാമ്പത്തികമായിട്ടുള്ള വളർച്ച നേടിയെടുത്തപ്പോൾ സമാന്തരമായിട്ടുള്ളൊരു സാമ്പത്തിക വ്യവസ്ഥ നിലനിന്നിരുന്ന കേരളം തകർച്ചയിൽ നിന്ന് ഇന്നും എണീറ്റില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലം വിൽക്കാനുണ്ട് എന്ന് കേട്ടാൽ അവിടേക്ക് ഈ ചാക്കിൽ നോട്ടുകെട്ടുകളുമായി വരുന്ന കോയമാരുണ്ടായിരുന്നു. ആ കോയമാരടക്കമുള്ളവർ എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ അത് വാങ്ങാനുള്ളവർ എങ്ങോട്ട് പോയി? പ്രബുദ്ധ മലയാളി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? ചിന്തിച്ചിട്ടില്ല. ലക്ഷദ്വീപിൽ കേന്ദ്രം പിടിമുറുക്കിയപ്പോൾ കേരളത്തിൽ നിർമ്മാണ മേഖല എന്തിനു സ്തംഭിക്കണം? ആരെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ ഒരു വട്ടമെങ്കിലും? കാർഷികം മാത്രവും ടൂറിസം മാത്രവും മത്സ്യബന്ധനം മാത്രവുമൊക്കെ മുഖ്യ വരുമാനമായിട്ടുള്ള എത്രയോ രാജ്യങ്ങൾ അവയ്ക്കൊന്നുമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി എന്തേ നമ്മുടെ കേരളത്തിൽ? കുരുമുളകും ഏലവും റബ്ബറും അടക്കമുള്ള കാർഷിക വിളകളുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്കറിയാമല്ലോ, മത്സ്യബന്ധന വ്യവസായമുള്ള, ലോകത്തിലെ തന്നെ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനമുള്ള, ഇതിനെല്ലാം പുറമെ എന്താണ് IT വ്യവസായം. ആ IT വ്യവസായമുള്ള കേരളത്തിന് വളരാൻ പറ്റുന്നില്ല എങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഭാവിയിലേക്ക് ഒരു കാഴ്ചപ്പാടുമില്ലാത്ത, വെറും കൈയിട്ട് നക്കാൻ മാത്രം അറിയാവുന്ന അണ്ടനെയും അടകോടനെയുമൊക്കെ തെരുവ് ഗുണ്ടയുമൊക്കെ ഇങ്ങനെ തങ്ങളെ ഭരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് വിടുന്ന വിവരമില്ലാത്ത മലയാളിയുടെ വിവരക്കേടിൻ്റെ ബാക്കിപത്രമാണ്. ആ ബാക്കിപത്രമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് മലയാളി മനസ്സിലാക്കുക, ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് വൻ സാമ്പത്തിക പുരോഗതി കൈവരിച്ചിട്ടും കടമെടുത്ത് മുടിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ളതാണ്. ചിന്തിക്കണ്ടേ? ഇന്ത്യ കുതിക്കുമ്പോൾ പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നപ്പോൾ പോലും കൂടെ കേരളവും തകർന്നു പോയത് എന്തുകൊണ്ട് എന്ന് ഒരു വട്ടമെങ്കിലും ചിന്തിക്കണ്ടേ? ഇതാരെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ മാത്രമാണോ നോട്ട് നിരോധനം നടന്നത്? നോട്ട് നിരോധനത്തിന് ശേഷം ഏതൊക്കെ സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി വളർച്ച നേടി? അങ്ങനെ സാമ്പത്തികമായി വളർച്ച നേടിയപ്പോൾ സമാന്തരമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ, അത്തരത്തിലൊരു വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ കേരളം ശ്രമിച്ചോ? കേരളം തകർച്ചയിൽ നിന്ന് എണീറ്റിട്ടില്ല. ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത്. കേരളത്തിന് എണീക്കാൻ കഴിയാത്ത വണ്ണം നമ്മൾ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ കൊണ്ടെത്തിച്ചതാരാണ്? പ്രബുദ്ധ മലയാളികൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ലക്ഷദ്വീപിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേന്ദ്രം പിടിമുറുക്കിയപ്പോൾ കേരളത്തിലെ നിർമ്മാണ മേഖല സ്തംഭിച്ചു പോയത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് ഈ പ്രബുദ്ധ മലയാളി ചിന്തിച്ചോ? മാത്രമല്ല, പലയിടത്തും നമുക്കറിയാം, കാർഷികം മാത്രമായിട്ടും ടൂറിസവും അല്ലെങ്കിൽ മത്സ്യബന്ധനവും മാത്രമായിട്ടൊക്കെ ഉള്ള മുഖ്യ വരുമാന സ്രോതസ്സുകളാകുന്ന പല രാജ്യങ്ങളുമുണ്ട്. എത്രയോ രാജ്യങ്ങളുണ്ട്. അങ്ങനെ അവർ സാമ്പത്തികമായി വരുന്നില്ലേ? അവർക്കൊന്നുമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ഉള്ളതോ കുരുമുളകും ഏലവും റബ്ബറും അടക്കമുള്ള കാർഷിക വിളകളാണ്. മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മത്സ്യബന്ധന വ്യവസായം നടത്താൻ കഴിയുന്ന തീരദേശ മേഖലയുള്ള ഇടമാണ്. ഇതിനും പുറമെ ലോകത്തിലെ തന്നെ ടൂറിസം ഭൂപടത്തിൽ വല്ലാതെ സ്ഥാനം പിടിപ്പിച്ചിട്ടുണ്ട് കേരളം. പുറമെ IT വ്യവസായം. ഈ IT വ്യവസായത്തിന് കേരളത്തിന് വളരാൻ പറ്റുന്നില്ല എങ്കിൽ അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഒരു കാഴ്ചപ്പാടില്ലാത്ത കുറേ നേതാക്കന്മാർ കേരളത്തെ ഭരിച്ചു മുടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തെരുവുകുണ്ടയെ വിളിച്ചു നിർത്തി മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ഭരണം കൈയാളാൻ ശ്രമിക്കുന്നതോ അല്ല വേണ്ടത്. മലയാളി ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്നാണ്. ഇനിയെങ്കിലും മാറി ചിന്തിക്കുവാൻ, അങ്ങനെ പ്രതികരിക്കുവാൻ ഒരു മലയാളി തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യൻ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമ്പോൾ കേരളവും വളരട്ടെ. കേരളം വളരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെങ്കിലും ഇനി നമ്മുടെ പ്രബുദ്ധ മലയാളിയുടെ മനസ്സിൽ നിന്നുണ്ടാകട്ടെ. നമ്മൾ അന്തം കമ്മികളായി താഴ്ന്നു പോകാനല്ല, പകരം ഉയർച്ചയുടെ പടവുകൾ കയറുവാൻ ശ്രമിക്കട്ടെ. ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായി വരുമ്പോൾ അവർക്കൊപ്പം കടമില്ലാത്തൊരു സംസ്ഥാനമാകാനെങ്കിലും നമ്മുടെ കേരളത്തിന് കഴിയട്ടെ. മലയാളികൾ ചിന്തിക്കുക, അതിനുശേഷം പ്രതികരിക്കുക.